രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റിന് ശേഷം സോഷ്യൽ മീഡിയകളിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. അത് സോഷ്യൽ മീഡിയകളിൽ മാത്രമല്ല, കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലും അത്തരത്തിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയകളിൽ നടക്കുന്ന ചർച്ചകൾക്ക് നമുക്ക് മുന്നിൽ അത് അത്തരത്തിൽ ഒരു മെറ്റീരിയലായിട്ട് നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചർച്ചകൾക്കുള്ള ഒരു പ്രധാനം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ പല ചർച്ചകളും നടക്കുന്ന കൂട്ടത്തിൽ നമ്മൾ പല ഈ സർവേകൾ കാണുന്നുണ്ട്. സർവേകൾ കാണുന്നതിൽ മിക്കതിലും ചോദ്യം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടം അറസ്റ്റ് അത് UDF തിരിച്ചടിയാകുമോ, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് അത് പിണറായി വിജയന് ഒരു അനുകൂലമാകുന്ന ഘടകം, ഭരണത്തിൽ മൂന്നാമതും തുടരാനുള്ള ഒരു അനുകൂല ഘടകമാകുമോ, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വീഴ്ത്തി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിച്ചാൽ വിജയിക്കുമോ? രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വതന്ത്രനായിട്ട് പാലക്കാട് മത്സരിച്ചാൽ അയാളുടെ അറസ്റ്റ് കൊണ്ട് വല്ല പ്രതികൂല സാഹചര്യവും ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ്. അത്തരത്തിൽ എല്ലാ ചോദ്യങ്ങളും എല്ലാ സർവേകളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കുള്ള കമൻറ്റ് ബോക്സുകളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. എന്താണ് മനസ്സിലാവുന്നത്? ഈ സർവേകളിലൊക്കെ വലിയ രാഹുലിന് അനുകൂലമായ ഒരു തരംഗം ഈ സർവേകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇതിനെ സോഷ്യൽ മീഡിയകളിൽ നടക്കുന്ന സർവേ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ തള്ളിക്കളയാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ അതിനെ അങ്ങനെ തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്നലെ ഞാൻ കണ്ട ഒരു 1-2 സർവേകൾ അത് ചില പ്രധാനപ്പെട്ട സർവേകളാണ്. കാരണം ഈ സർവേകളിലൊക്കെ വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട്. ഒരു സർവേയിൽ 121K വോട്ടേഴ്സാണുള്ളത്, മറ്റൊരു സർവേയിൽ 84K വോട്ടേഴ്സാണുള്ളത്, മറ്റൊരു സർവേയിൽ 58K വോട്ടേഴ്സാണുള്ളത്. ഈ സർവേകളിലൊക്കെ ഇതിൻ്റെ 86% അത് രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചടിയാവില്ല എന്ന് പറയുന്നു. മറ്റൊരു കേസിൽ 75% പിണറായി വിജയന് പ്രതികൂലമാകും, പിണറായി വിജയന് തിരിച്ചടിയാകുമെന്ന് പറയുന്നു. മറ്റൊരു സർവേയിൽ 58 വോട്ടാണുള്ളത്, 58K വോട്ടേഴ്സാണുള്ളത്. അതിൽ 72% ആളുകൾ പറയുന്നു രാഹുൽ മാങ്കൂട്ടം ഇപ്പോഴും ഒരു സ്വതന്ത്രനായിട്ട് മത്സരിച്ചാൽ പോലും അയാൾക്ക് വിജയിച്ച് കയറാൻ കഴിയുമെന്ന്. അങ്ങനെ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്ര വലിയ ഒരു സ്വീകാര്യത ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ CPM സ്വാഭാവികമായിട്ടും ഈ ഒരു ഘട്ടത്തിൽ, അതും ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ മുൻപ് മുതൽ ഇങ്ങനെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ രാഹുൽ മാങ്കൂട്ടം വിഷയം വലിയ ചർച്ചയാക്കി നിർത്തുവാൻ ശ്രമിച്ചത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, 10 വർഷം ഭരിച്ചിട്ടും പിണറായി വിജയനും സഖാക്കൾക്കും മുന്നോട്ട് വെക്കാൻ ഒന്നും തന്നെ അവരുടെ കയ്യിലില്ല എന്നുള്ളതാണ്. ഭരണ നേട്ടങ്ങളില്ല, വികസനങ്ങളില്ല, അവർക്ക് അനുകൂലമാകുന്ന ഒരു സാഹചര്യവുമില്ല. മറിച്ച് അവർക്ക് പ്രതിസന്ധിയാവുന്ന, പ്രതിരോധത്തിലാവുന്ന പല കാര്യങ്ങളും ഉണ്ട് താനും. സാധാരണക്കാരായ ജനങ്ങളുടെ വയറ്റെടുത്തടിച്ച കാര്യങ്ങൾ മുതൽ അയ്യൻ്റെ പൊന്നുകള്ള മുതൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഈ രാഹുൽ മാങ്കൂട്ടം വേട്ട പോലും ഇവർക്ക് തിരിച്ചടിയായി എന്നുള്ളതാണ്. കാരണം അതിനും ജനങ്ങൾക്ക് അവരുടെ ന്യായങ്ങളുണ്ട്. കാരണം അവരുടെ ഭാഗത്ത് തന്നെ മുകേഷിനെ പോലെയുള്ള, ഗണേഷ് കുമാറിനെ പോലെ, തോമസ് ഐസക്കിനെ പോലെ, പി ശ്രീരാമകൃഷ്ണനെ പോലെ, മുകേഷിനെ പോലെ, കടകംപള്ളിയെ പോലെ, AK ശശീന്ദ്രനെ പോലെ, ശശിയെ പോലെ, PK ശശിയെ പോലെയുള്ള ഒരുപാട് ആളുകൾ അവരുടെ കൂട്ടത്തിൽ നിൽക്കുന്നു. അതോടൊപ്പം PT കുഞ്ഞുമുഹമ്മദിനെതിരെയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും വന്നിരിക്കുന്ന പരാതി ഏതാണ്ട് ഒരേ സമയത്താണ്. ഈ ഒരേ സമയത്ത് വന്ന് പരാതിയിൽ പോലും ഇരട്ടത്താപ്പാണ് ഉണ്ടായത്, 2 തരം നീതിയാണ് ഉണ്ടായത്, 2 തരം നിയമ നടപടിയാണ് ഉണ്ടായത്. അപ്പോൾ ഇതൊക്കെ ജനം ചർച്ച ചെയ്യുക. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തത് പോലും അത്തരത്തിൽ പിണറായി വിജയനും സഖാക്കൾക്കും തിരിച്ചടിയാവുകയാണ്. കാരണം ജനം ഇതൊക്കെ അവരുടെ കൂട്ടത്തിലുള്ള ആളുകളുമായിട്ട് കമ്പയർ ചെയ്യുക. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 3ാമത്തെ പരാതിയിലാണല്ലോ അറസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ആ പരാതിയുടെ ഒരു സ്വഭാവം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ പരാതി വരുന്നത് ഓൺലൈനായിട്ട്, ഒരു ഇലക്ട്രോണിക്കലി ഡ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പരാതി. ആ പരാതി വരുന്നു, ആ പരാതി രഹസ്യമാക്കി വെക്കുന്നു. പുറത്തറിയിച്ചാൽ
പുറത്തറിയിച്ചാൽ രാഹുൽ മാങ്കൂട്ടം ആൻറ്റിസിപ്പേറ്ററി ബെയിലിന് കോടതിയെ സമീപിക്കുമെന്നുള്ളതറിയാം. അങ്ങനെ സമീപിച്ചാൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യാനോ രാഹുലിനെ തൊടാനോ സാധിക്കില്ല എന്നറിയാം. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അതുകൊണ്ട് എന്താ ചെയ്യുന്നത്? അതുകൊണ്ട് ആ പരാതി രഹസ്യമാക്കി വെക്കുന്നു. രാഹുലിനെ കസ്റ്റഡിയിലെടുക്കുവാനും അറസ്റ്റ് ചെയ്യാനുമുള്ള നടപടിക്രമങ്ങൾ പോലും പാലിക്കാതെ ആ പരാതി വന്നു ഒരു 3-4 ദിവസത്തിനുള്ളിൽ രാത്രിക്ക് രാത്രി രാഹുൽ മാങ്കൂട്ടം താമസിക്കുന്നിടത്തെത്തി രാഹുലിനെ കസ്റ്റഡിയിലെടുക്കുന്നു, അറസ്റ്റ് ചെയ്യുന്നു, റിമാൻഡ് ചെയ്യുന്നു. എന്നാൽ ഇതേ സമയം വന്ന ഒരു പരാതിയാണ് PT കുഞ്ഞുമുഹമ്മദ് CPM-ൻ്റെ മുൻ MLA-ക്കെതിരെ. ആ പരാതി നൽകിയിട്ട് ആ പരാതി ഇലക്ട്രോണിക്കലി അല്ല താനും, അത് മുഖ്യമന്ത്രിക്ക് നേരിട്ട് നൽകിയ പരാതിയാണ്. എന്നിട്ട് പോലും ആ പരാതി മുഖ്യമന്ത്രി അണ്ണാക്കിൽ തള്ളി, ഒരു നടപടിയും ഉണ്ടായില്ല. എന്നിട്ട് ഈ പരാതിക്കാരിക്ക് പോലീസിന് പിന്നാലെ നടക്കേണ്ടി വന്നു. ദിവസങ്ങളോളം ഞാൻ നൽകിയ പരാതിയിൽ എന്താണ് നടപടി എന്ന് ചോദിച്ച് നടക്കേണ്ടി വന്നു. അങ്ങനെ അത് മാധ്യമങ്ങൾ അറിയുന്നു. മാധ്യമങ്ങളിൽ അറിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആ പരാതി പോലീസിന് കൈമാറുന്നു. എന്നിട്ട് PT കുഞ്ഞുമുഹമ്മദിനെ അറസ്റ്റ് ചെയ്തോ? PT കുഞ്ഞുമുഹമ്മദിനെ അയാളുടെ വീട്ടിൽ കയറി രാത്രിക്ക് രാത്രി കസ്റ്റഡിയിലെടുത്തോ? അറസ്റ്റ് ചെയ്തോ? എന്തെങ്കിലും ഉണ്ടായോ? ഒന്നും ഉണ്ടായില്ല താനും. അപ്പോൾ ഈ ഇരട്ടത്താപ്പൊക്കെ, ഈ നടപടിയൊക്കെ, അപ്പോൾ രാഹുലിനെ അറസ്റ്റ് ചെയ്തത് പോലും ഒരു തെരഞ്ഞെടുപ്പ് ആയുധമായിട്ടാണ് CPM കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആ തെരഞ്ഞെടുപ്പ് ആയുധമാക്കാൻ അവർ ശ്രമിച്ചെങ്കിലും അവർക്ക് നേട്ടമുണ്ടാകുമെന്ന് അവർ കരുതിയെങ്കിലും, പക്ഷേ ഈ അറസ്റ്റ് ഉണ്ടാക്കിയത് അവർക്ക് നേട്ടങ്ങളല്ല, കോട്ടങ്ങൾ മാത്രമാണ് എന്നതിലുപരി നിങ്ങൾ നോക്കൂ, അത് രാഹുൽ മാങ്കൂട്ടത്തിലെ ഒരു താരപരിവേഷം വർദ്ധിപ്പിക്കുന്ന ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ ചെന്നെത്തുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്വീകാര്യത അത് ഒന്നുകൂടി വർദ്ധിക്കുന്ന ഘട്ടത്തിലേക്കാണ് ഈ കാര്യങ്ങൾ ചെന്നെത്തുന്നത്, അല്ലേ? അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ CPM-ന് വലിയ തിരിച്ചടിയാവുന്നു എന്നുള്ളത് എല്ലാ ഘട്ടത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുക. ഇനിയിപ്പോൾ ഇത്തരത്തിലുള്ള സർവേകൾ മാത്രമല്ല, ചില പൊതുജനങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചുകൊണ്ട് പലരും നടക്കുന്നുണ്ട്. ആ പ്രതികരണങ്ങളിൽ നിന്ന്, പൊതുജനങ്ങളുടെ പ്രതികരണങ്ങൾ പുറത്തു വരുമ്പോൾ ആ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്, അപ്പോഴൊക്കെ ജനങ്ങൾ ചോദിക്കുന്നത്, ഈ സഖാക്കളോട് മുകേഷിൻ്റെ കാര്യത്തിൽ നിങ്ങൾ എന്ത് തീരുമാനമെടുത്തു? ഗണേഷ് കുമാറിൻ്റെ കാര്യത്തിൽ നിങ്ങൾ എന്ത് നടപടിയെടുത്തു? തോമസ് ഐസക്കിൻ്റെ കാര്യത്തിൽ നിങ്ങൾ എന്ത് നടപടിയെടുത്തു? ഇനി അയ്യൻ്റെ പൊന്നുകെട്ട നിങ്ങളുടെ മുൻ DYFIയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, നിങ്ങളുടെ CPM-ൻ്റെ നേതാക്കൾ, നിങ്ങളുടെ മുൻ MLA-മാർ, നിങ്ങളുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, ഇവർക്കൊക്കെ എതിരെ, ഇവർ ജയിലിൽ കിടക്കുമ്പോൾ ഇവർക്കൊക്കെ എതിരെ പാർട്ടി എന്ത് നടപടിയെടുത്തു എന്ന് ജനം തിരിച്ചു ചോദിക്കുകയാണ്. അപ്പോൾ അവരൊക്കെ മുന്നോട്ട് വെക്കുന്ന ഒരു വാദം എന്ന് പറയുന്നത്, ഇത് തീർത്തും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ പകപോക്കലാണ്, വേട്ടയാടലാണ് എന്ന് ജനം വിധിയെഴുതുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതൊരു ആയുധമായിട്ട് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് കണക്ക് കൂട്ടിയ AKG സെൻറ്ററിൽ നിന്നുള്ള കണക്ക്, കൂട്ടിയും കുറച്ചുമുള്ള കണക്കുകൾ പുറത്തു വന്നിട്ടും, ഈ കൂട്ടിയും കുറച്ചുമുള്ള കണക്കിന് പിന്നിൽ ആരാണെന്ന് ഞാൻ പറയണ്ടല്ലോ. ഈ കൂട്ടിയും കുറച്ചുമുള്ള കണക്കുകൾ നിങ്ങൾ എവിടെ നിന്നാണ് കേട്ടതെന്ന് ഞാൻ പറയണ്ടല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള കണക്കുകളൊക്കെ AKG സെൻറ്ററിൽ നിന്ന് കണക്ക് കൂട്ടി ഇതൊരു ആയുധമായി ഉപയോഗിച്ചിട്ടും അത് തിരിച്ചടിയാവുന്നുണ്ടെങ്കിൽ അതിനൊറ്റ കാരണം മാത്രമേ ഉള്ളൂ. പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിലിരിക്കുന്ന വ്യക്തിയുടെ നെറികേടുകൾ, ഇരട്ടത്താപ്പുകൾ, അതുപോലെ ഈ സ്വജനപക്ഷവാദം, ഇതൊക്കെയാണ് തിരിച്ചടിയാവുന്നത്. ആ നെറികേടുകളുടെ കൂട്ടത്തിൽ സാധാരണക്കാരൻ്റെ വയറ്റത്തടിച്ച വിഷയമുണ്ട്. കാരണം സാധാരണക്കാരൻ്റെ കഞ്ഞികൂടി മുട്ടിക്കുന്ന വിഷയങ്ങൾ സാധാരണക്കാരൻ്റെ മുന്നിലുണ്ടാകുമ്പോൾ അവൻ്റെ മുന്നിൽ ഇത്തരത്തിലുള്ള ഭ്രൂണമോ ഗർഭമോ ഗർഭഛിദ്രമോ പീഡനമോ കൂടക്കിടക്കലോ റൊമാൻസോ പ്രേമമോ കാമമോ ഒന്നും തന്നെ അവൻ്റെ മുന്നിൽ ചർച്ചയില്ല. കാരണം അവനിക്ക് എരിയുന്ന പൊരിയുന്ന വയറാണ് പ്രശ്നം അവന്, അല്ലേ? അതിനപ്പുറത്തേക്ക് ഗർഭത്തിലേക്കും ഭ്രൂണത്തിലേക്കും ഭ്രൂണഹത്യയിലേക്കും ഗർഭത്തിലേക്കും ഗർഭഛിദ്രത്തിലേക്കും ഒന്നും അവൻ്റെ ചർച്ച കൊണ്ടുപോയില്ല. പിന്നെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയ്യൻ്റെ പൊന്ന് കട്ടവൻ്റെ മുന്നിൽ ഭ്രൂണം കലക്കിയതോ ഭ്രൂണം ഉണ്ടാക്കിയതോ ഗർഭം കലക്കിയതോ ഗർഭം ഉണ്ടാക്കിയതോ ഒന്നും വിഷയമല്ല. അവനിക്ക് അയ്യൻ്റെ പൊന്ന് കട്ടതാണ് വിഷയം, അല്ലേ? അപ്പോൾ ഇത്തരത്തിൽ വിഷയങ്ങൾ ജനങ്ങളുടെ മുന്നിൽ നിരവധി ഉണ്ടാകുമ്പോൾ അതിനെയൊക്കെ മറികടക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടിയത് കൊണ്ട് സാധിക്കുമെന്ന് ആരോ AKG സെൻറ്ററിൽ നിന്ന് പറഞ്ഞു കൊടുത്തു. അതല്ല വിഷയമെന്ന് കേരളത്തിലെ ജനം ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. ഇതിനിപ്പോൾ ആർക്ക് വേണമെങ്കിലും PR വർക്കെന്നോ സോഷ്യൽ മീഡിയയിലെ ചർച്ചയെന്നോ എന്നൊക്കെ പറഞ്ഞ് ആർക്ക് വേണമെങ്കിലും തള്ളിക്കളയാമെങ്കിലും ഇതാണ് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലെ ചർച്ച എന്നുള്ളത് ഇവർ തിരിച്ചറിയുന്നത്. അതുകൊണ്ട് തിരിച്ചറിയുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് ഈ പറയുന്ന
സോഷ്യൽ മീഡിയ ചർച്ചകൾ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ അഭിപ്രായങ്ങൾ, വരും തലമുറകളുടെ അഭിപ്രായങ്ങൾ, ജൻസിയുടെ അഭിപ്രായങ്ങൾ, ഇതിനെയൊക്കെ അങ്ങനെ തള്ളിക്കളഞ്ഞുകൊണ്ട് മൂന്നാമതും അധികാരത്തിലേറാമെന്ന് പിണറായി വിജയൻ കരുതുന്നുണ്ടെങ്കിൽ അതൊരു പൊട്ടത്തരമാണ്, മണ്ടത്തരമാണ്, മിഥ്യാധാരണയാണ്. ആരോ കുഴലൂത്തുകാർ പിണറായി വിജയനെ പറഞ്ഞു പറ്റിക്കുന്നതാണ് പിണറായി വിജയൻ ചെയ്യുന്നതൊക്കെ. ഇപ്പോൾ ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്ന കപ്പിൽ ചായ കുടിച്ചത് പോലും ഏതോ PR ഏജൻസി എഴുതി ഉണ്ടാക്കി, അങ്ങനെ പ്രിൻ്റ് ചെയ്തൊരു കപ്പ് ഉണ്ടാക്കി ആ കപ്പിൽ ചായ ഒഴിച്ച് കൊടുത്തു. പിണറായി വിജയൻ അത് കുടിച്ചു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കാന്തപുരത്തിൻ്റെ ഒരു കേരള യാത്രയിൽ പിണറായി വിജയൻ 1 മണിക്കൂർ പ്രസംഗിക്കുന്നത് കണ്ടു. എന്താ പ്രസംഗിച്ചത്? ആരോ എഴുതി കൊടുത്തത് നോക്കി വായിക്കുക. പക്ഷേ അതിനുശേഷം പ്രസംഗിക്കാൻ വരുന്നത് VD സതീശനാണെന്ന് പിണറായി വിജയൻ അറിഞ്ഞില്ല. VD സതീശൻ നോക്കലുമില്ല വായിക്കലുമില്ല, 5-8 മിനിറ്റ് നിന്ന നിപ്പിൽ ഒരൊറ്റ ശ്വാസത്തിൽ പലതും പറഞ്ഞു തീർത്തു. 1 മണിക്കൂർ നോക്കി വായിച്ചത് വെറുതെയായി. പിണറായി വിജയൻ്റെ എനർജി വേസ്റ്റായി, എഴുതി കൊടുത്തവൻ്റെ എനർജി വേസ്റ്റായി, എല്ലാം വേസ്റ്റായി. വെറും 8 മിനിറ്റ് കൊണ്ട് തകർത്ത് തരിപ്പണമാക്കി കയ്യിൽ കൊടുത്തു. അപ്പോൾ പിണറായി വിജയൻ മനസ്സിലാക്കേണ്ട പലതുമുണ്ട്. കുഴലൂത്തുകാർ പറയുന്നതും പറഞ്ഞു പറ്റിക്കുന്നതുമല്ല പൊതുസമൂഹത്തിൽ നടക്കുന്നത്. അവർ ഈ വേട്ട കൊണ്ട്, രാഷ്ട്രീയ വേട്ട കൊണ്ട്, രാഹുലിനെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് അവർക്കിടയിൽ യാതൊരു സ്വാധീനവും ഉണ്ടാക്കാൻ പിണറായി വിജയന് സാധിച്ചിട്ടില്ല എന്നുള്ളത് അന്തംകമ്മി അടിമകൾ മനസ്സിലാക്കുന്നത് നല്ലതാ. അതുപോലെ ഈ അടിമകളുടെ രാജാവും മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്ന് മാത്രമേ പറഞ്ഞു വെക്കാനുള്ളൂ.